നിപ രോഗലക്ഷണങ്ങളോടെ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ കുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. നിപ പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രവം പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഈ നിപയുടെ ലക്ഷണങ്ങളാണോ ഉള്ളത്? അത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാനാവുക? മോത്തി, പനി ബാധിച്ചാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ കുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെ നിന്നും പ്രാഥമികമായി മസ്തിഷ്ക ജ്വരമാണെന്ന് മനസ്സിലായി. നിപയുടെ രോഗലക്ഷണങ്ങൾ കൂടി പ്രാഥമികമായി മനസ്സിലായതിനെ തുടർന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി കുട്ടിയെ മാറ്റിയത്. ഇവിടെ നിന്ന് ഇപ്പോൾ കുട്ടിയുടെ സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം പൂനെ NIV നിന്നും ഇക്കാര്യത്തിലുള്ള ഫൈനൽ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ നിപ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പ്രാഥമികമായും പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ പാലിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് ആരോഗ്യമന്ത്രിയുടെ തന്നെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരമൊരു മുന്നൊരുക്കത്തിന് വേണ്ടി ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നിപയാണെന്ന കാര്യം ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പൂനെ NIV റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. ശരി മുഹമ്മദ് ഷഹീദ്.